ശ്രീ വി ആർ അനൂപ്, ഇത് അനാരോഗ്യകരമായ പ്രവണത എന്ന് പറയുമ്പോൾ ആരാണ് ഇത് തുടങ്ങിവെച്ചത് എന്നൊരു ചോദ്യമുണ്ട്. രാഹുൽ ഗാന്ധി പുതുയുഗയാത്രയുടെ സമാപന ദിവസം CJP ആരോപണം ഉന്നയിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം 10 മണ്ഡലങ്ങളിൽ ഡീൽ എന്ന ആരോപണം ഉന്നയിക്കുന്നത് VD സതീശനാണ്. UDF സെറ്റ് ചെയ്ത അജണ്ടയിൽ ഇപ്പോൾ CPM വീണു പോകുന്നതും മറുപടി പറയുന്നതുമാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളുടെ തന്ത്രമാണോ ഈ തെരഞ്ഞെടുപ്പിൽ? അത് തന്ത്രം എന്നതിലുപരി ഇത് വസ്തുതയാണല്ലേ. ഡീൽ എന്ന് പറയുന്നത് കേവലം ഒരു ഭാവനയല്ലല്ലോ. കേരളത്തെ സംബന്ധിച്ച് ഗ്രൗണ്ടിൽ പോകുന്ന മാധ്യമ പ്രവർത്തകർക്കടക്കം ലഭ്യമാവുന്ന വിവരങ്ങൾ ഇപ്പൊ കൊടുങ്ങല്ലോ BJPയെ സംബന്ധിച്ച് ഒരു A ക്ലാസ് മണ്ഡലം എന്ന് അവർ എത്രയോ കാലങ്ങളായി കണക്കൂട്ടിയതൊരു മണ്ഡലം. അവിടെ അവരുടെ സീനിയർ നേതാവായ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ആദ്യഘട്ട പ്രചരണം നടത്തുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നു. പെട്ടെന്ന് ആ മണ്ഡലം കൊടുക്കപ്പെടുന്ന ആർക്കാണ്? ആ മണ്ഡലത്തിൽ ഇന്ന് വരെ യാതൊരു തരത്തിലുള്ള അടിത്തറയുമില്ലാത്ത, ഒരു പൊളിറ്റിക്കൽ ബേസ് ഇല്ലാത്ത 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാണ്. അപ്പൊ അവിടെ അവരുടെ രാഷ്ട്രീയ വോട്ടുകൾ, BJPക്കുള്ള അനുഭാവി വോട്ടുകൾ ആർക്ക് പോൾ ചെയ്യപ്പെടും? വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് അല്ലേ. ഞാൻ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രമാണ്. കേരളത്തിലുടനീളം ഇത്തരം നിയോജക മണ്ഡലങ്ങളിൽ യാതൊരു രാഷ്ട്രീയ അടിത്തറയും ഇല്ലാത്ത 2020 പോലുള്ള 300 ചില്ലറ സീറ്റുകളിൽ മത്സരിച്ച് 4 സീറ്റുകളിൽ മാത്രം വിജയിച്ച BJDS പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ അവസരം കൊടുക്കുന്നുണ്ടേ. ഈ രാഷ്ട്രീയം അറിയുന്ന, നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അതിലൊരു പ്രാഥമികമായ ധാരണയെങ്കിലുള്ള ആളുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയും. അത് തീർച്ചയായും CPMന്, BJPയുടെ രാഷ്ട്രീയ വോട്ടുകൾ അവർ വിചാരിക്കുന്ന രാഷ്ട്രീയ കക്ഷിക്ക് പോൾ ചെയ്യാനുള്ള ഒരു നിലമൊരുക്കലാണ്. അത് കേരളത്തിൽ യഥാർത്ഥത്തിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ശ്രീ വി ആർ അനൂപ്, ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് തന്നെ 10 മണ്ഡലങ്ങൾ, അതിൽ ഏതാണ്ട് 7ഓളം മണ്ഡലങ്ങളുടെ പേരെടുത്ത് തന്നെ ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നോക്കൂ, 2020 ഈ തെരഞ്ഞെടുപ്പിലാണ് BJPയുടെ ഘടകകക്ഷിയായി വരുന്നത്. ഘടകകക്ഷികൾക്ക് സീറ്റ് അനുവദിക്കുക എന്നത് ഒരു മുന്നണിയിൽ സാധാരണയായി എല്ലാവരും ചെയ്യുന്നതാണ്, നിങ്ങളും ചെയ്യുന്നതാണ്, UDFനും LDFലും ഒക്കെ നടക്കുന്നതാണ്. അപ്പോൾ പുതിയ ഒരു ഘടകകക്ഷിയെ ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെതായ സീറ്റ് വിഭജന തന്ത്രങ്ങൾ അവിടെ ഉണ്ടാകാം. അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ട്, അത് നിങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മുഖ്യ വിഷയം അതാക്കി നിലനിർത്തുക, ദിവസവും ഈ വാക്പോരിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക, അങ്ങനെ മാധ്യമത്തിന്റെ മുഴുവൻ ശ്രദ്ധയും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഒരു അജണ്ടയാണ്. നിങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഈ വിഷയം ഉന്നയിക്കുന്നു എന്നതാണ് ഉയരുന്ന ഒരാരോപണം. മറ്റൊന്ന്, നിങ്ങൾക്ക് തന്നെ ആത്മവിശ്വാസക്കേടുണ്ടായിട്ടുണ്ട്. അതായത് 110 സീറ്റും വിജയിച്ച്, അല്ലെങ്കിൽ 100-ലധികം സീറ്റ് വിജയിച്ച് അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞവർ വനവാസത്തിന് പോകും എന്ന് വെല്ലുവിളിച്ചവർക്ക് ആ ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഡീൽ ആരോപണം ഉന്നയിക്കുന്നു, അത് ആവർത്തിച്ചുന്നയിക്കുന്നു, മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിച്ച ആരോപണം ഉന്നയിക്കുന്നു എന്ന് കണ്ടു നിൽക്കുന്നവർക്ക് സംശയം തോന്നും. അല്ല, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഞങ്ങൾ മറ്റു വിഷയങ്ങൾ പറയാതിരിക്കുന്നില്ലല്ലോ. മറ്റു വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതേ അർത്ഥത്തിൽ തന്നെ ഇവിടെ നടക്കുന്ന ഇത്തരം ഒരു ഡീലിനെ കുറിച്ച് സംസാരിച്ചാൽ ഞങ്ങൾക്ക് മറ്റു വിഷയങ്ങൾ സംസാരിക്കാനില്ലാത്തത് കൊണ്ടാണെന്നുള്ള ആദ്യ വായനയിൽ എന്താ അർത്ഥമാണെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യമായി പറയുന്ന വിഷയമല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങൾ ഇത്തരം ഒരു അവിശുദ്ധ ബാന്ധവത്തെ കുറിച്ച് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യങ്ങൾ പ്രബലപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കണം. ഇവിടെ വളരെ കൃത്യമായി എന്തെങ്കിലും പറഞ്ഞു പോവുകയല്ലോ. താങ്കൾ പറഞ്ഞു മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഘടകകക്ഷികൾക്ക് സീറ്റുകൾ കൊടുക്കാറുണ്ട്. പക്ഷെ BJPയെ സംബന്ധിച്ച് BJPക്ക് ഏറ്റവും ശക്തമായ അടിത്തറയുള്ള അവിടെയാണ് അതിന്റെ ഊന്നൽ. ഏറ്റവും അവർ A ക്ലാസ് മണ്ഡലങ്ങളിൽ നിന്ന് എത്രയോ കാലം മുമ്പ് വിലയിരുത്തിയ BJPക്ക് ഈ പറയുന്ന വിസിബിലിറ്റിയോ ഈ പറയുന്ന ഇന്നുള്ള സ്വാധീനമോ ഇല്ലാത്ത ഘട്ടത്തിൽ പോലും അവർ A ക്ലാസ് മണ്ഡലങ്ങളെന്ന് വിലയിരുത്തിയ ഇടങ്ങളിൽ പോലും അവർ ഈ പറയുന്ന ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തുകൊണ്ട് രാഷ്ട്രീയമായ ഒരു പിന്മാറ്റം നടത്തിയിരിക്കുന്നു. അതിനെയാണ് ഞങ്ങൾ ഇപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ ഡീൽ, ഇന്നത്തെ കാലത്ത് അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ ഒരു ഡീലിൽ ഏർപ്പെട്ടുകൊണ്ട് ആ നിലയിൽ ഫലത്തെ നിർണ്ണയിക്കുക എന്നത് സാധ്യമാകുമോ എന്നൊരു സംശയമുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ തന്നെയാണ് എങ്കിലും അത് നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനപ്പുറം
രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വ്യക്തി വീഡിയോ കോൺഫറൻസിംഗ് വഴി ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ വരെ CJP ആരോപണം വീണ്ടും ശക്തമായി ഉന്നയിക്കുകയാണ്. എന്തുകൊണ്ട് അന്വേഷണ ഏജൻസികൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നില്ല അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നില്ല എന്നൊരു ചോദ്യം ഉന്നയിക്കുകയാണ്. ഞാൻ 5 മണിക്കൂർ EDയുടെ മുന്നിൽ ഇരുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് ചോദിക്കുകയാണ്. ദേശീയ തലത്തിൽ ഈ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ഒന്നിച്ചു നിൽക്കുന്ന, ഒരേ അഭിപ്രായം പറയുന്ന, ഒരു കുടക്കീഴിൽ അണിനിരക്കുന്ന 2 പാർട്ടികളാണ് കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് ഈ രീതിയിൽ ഏർപ്പെടുന്നതെന്നും അവർ വാഗ്വാദത്തിൽ ഏർപ്പെടുന്നതെന്നും മനസ്സിലാകാത്ത ആളുകളല്ലല്ലോ കേരളത്തിലുള്ളത്. അപ്പോൾ രാഹുൽ ഗാന്ധിക്കെങ്കിലും അതിൽ നിന്ന് വിട്ടു നിൽക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് എങ്ങനെ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ വിശദീകരിക്കും, മനസ്സിലാക്കിക്കും ഈ ഒരു വൈരുദ്ധ്യം? രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഷ്ട്രീയ ആരോപണമല്ലല്ലോ, യാഥാർത്ഥ്യമല്ലേ. ഇപ്പോ ED എന്ന് പറയുന്നത് BJPയുടെ രാഷ്ട്രീയ ആയുധമായി പ്രവർത്തിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. നിരന്തരം ഇപ്പോ ശിവകുമാറിനെ പോലെ നമുക്ക് ഇപ്പോഴത്തെ സംസ്ഥാനത്ത് DK ശിവകുമാറിനെ പോലെ നേതാവ്, അദ്ദേഹം ജയിലിൽ കിടന്ന് നമുക്കറിയാം. അതുപോലെ നിരന്തരമായി കോൺഗ്രസിനെ തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾ എന്നുള്ള നിലയ്ക്ക് BJP കാണുകയും അതിന്റെ ഒരു പറ്റ നേതാക്കൾ ആ അർത്ഥത്തിൽ ED വേട്ടയാടുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ CPM പ്രതിസ്ഥാനത്ത് വരുന്ന, പിണറായി വിജയൻ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുക്കുന്ന സമീപനം വളരെ വ്യത്യസ്തമല്ലേ. അത് ഒരിക്കലും ED LDFന്റെ കാര്യത്തിൽ വളയ്ക്കുക മാത്രം, പൊടിക്കുകയില്ല എന്നുള്ള സമീപനമാണ് എടുക്കുന്നത്. കരുവന്നൂർ ബാങ്ക് കേസ് വളരെ പ്രമാദമായി വരികയും ആ അർത്ഥത്തിലൊരു വളരെ മുൻപോട്ട് പോവുകയും ചെയ്ത കേസുകൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്ന് അതിനെ നിരീക്ഷിക്കുന്ന ആളുകൾക്കറിയാം. ഇത്തരം കേസുകൾ പൊളിറ്റിക്കൽ ഡീലുകളാകുന്നതിനുള്ള, ഈ കേസുകളെ മുൻനിർത്തി വിലപേശൽ നടത്തുന്നതിനുള്ള രാഷ്ട്രീയ അധാർമികത തന്നെയാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. അതിനകത്ത് ഒരു സംശയവുമില്ല. അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക് നിരന്തരം സംഘപരിവാറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രതിസ്ഥാനത്ത് അവർ നിർത്തുന്ന ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് അത് പറയാനുള്ള അവകാശം ഉണ്ടെന്നേ. ഒത്തുതീർപ്പുകളില്ലാതെ സംഘപരിവാറുമായി മുന്നോട്ട് പോകുന്ന ഒരാളെന്നുള്ള നിലയ്ക്കുള്ള ആർജവത്തോടെ, ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ അധാർമികത ആ രീതിയിൽ കാണിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമായി ദേശീയ തലത്തിൽ എങ്ങനെ ഒരു ഐക്യപ്പെടൽ അപ്പോൾ സാധ്യമാകുമെന്നൊരു ചോദ്യമില്ലേ ശ്രീ അനൂപ്? അല്ല, ഞങ്ങൾ ഇതിനെ CPM എന്ന പാർട്ടി എടുക്കുന്ന രാഷ്ട്രീയ സമീപനം എന്നതിനേക്കാൾ CPM-നകത്ത് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള നേതാക്കന്മാരില്ല. ഇത് പിണറായി വിജയന്റെ കാര്യത്തിൽ CPM-ന് അതിന്റെ രാഷ്ട്രീയം അടിയറവ് വെക്കേണ്ടി വരുന്നത് നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് നിരന്തരം ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നേ. ഇപ്പോ പല തീരുമാനങ്ങളും എടുക്കുമ്പോഴും അത് CPM എന്ന പാർട്ടി പിണറായി വിജയനിലേക്ക് ഇറങ്ങേണ്ടി വരികയും പിണറായി വിജയന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അതിന്റെ ദേശീയ താല്പര്യങ്ങൾ ബലി കഴിക്കേണ്ടി വരികയും ചെയ്യുന്ന നിസ്സഹായതയെ കുറിച്ച് തന്നെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അത് CPM-ന് എതിരെ ആകമാനം എന്നതിനേക്കാൾ പിണറായി വിജയൻ എങ്ങനെയാണ് ഈ പാർട്ടിയെ ബാധിക്കുന്നത് എന്നുള്ള വളരെ കൃത്യമായ വിലയിരുത്തലാണ്. ശരി, അപ്പോൾ പിണറായിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് ഈ ആക്രമണം എന്നതാണ് അനൂപ് പറഞ്ഞു നിർത്തുന്നത്. ശ്രീ, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.